കർക്കിടകവാവ് നാളെ. ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണത്തിനുള്ള ഒരുക്കം പൂർത്തിയായി. വൈക്കം ഉദയനാപുരം പിതൃകുന്നം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ബലിതർപ്പണം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. കർക്കിടകവാവിനോടനുബന്ധിച്ച് വൈക്കത്തെ ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വ്യാഴാഴ്ച പുലർച്ചെ മുതൽ ബലിതർപ്പണം ആരംഭിക്കും. ഉദയനാപുരം പിതൃകുന്നം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 4-ന് ബലിതർപ്പണം ചടങ്ങുകൾ തുടങ്ങും. തന്ത്രി ഇരിങ്ങാലക്കുട പയ്യമ്പള്ളി ഇല്ലത്ത് മാധവൻ നമ്പൂതിരി, ക്ഷേത്ര കാര്യദർശി പി വാസുദേവൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ തിലഹോമം, പിതൃനമസ്കാരം, പിതൃബലി എന്നിവ നടത്തും. പിതൃക്കൾക്ക് നിത്യമോക്ഷം നൽകുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പിതൃകുന്നം മഹാവിഷ്ണു ക്ഷേത്രം. വിവിധ ദേശങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ഭക്തരാണ് കർക്കിടകവാവിന് ബലിതർപ്പണം നടത്തുവാൻ ഇവിടെ എത്തുന്നത്. തിരക്ക് നിയന്ത്രിക്കുവാൻ ക്ഷേത്രത്തിൽ 10 ആചാര്യന്മാരും 24 കൗണ്ടറുകളും ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ വടക്കു കിഴക്കു ഭാഗത്ത് ഗണപതി സാന്നിധ്യമുള്ള കുളമാണ് ബലിതർപ്പണത്തിന് ഉപയോഗിക്കുന്നത്. ബലിതർപ്പണത്തിന് വേണ്ടി ഗണപതി ഭാഗത്തുള്ള കുളത്തിന് സമീപം ബാരിക്കേഡുകളെല്ലാം സ്ഥാപിച്ച് ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് പിതൃകുന്നം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിനായി എത്തുന്നത്. വൈക്കം എറണാകുളം സംസ്ഥാന പാതയിൽ ആണ് പിതൃകുന്നം മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണമാണ് വിഷ്ണു ഭഗവാന്റെ വാഹനമായ ഗരുഡൻ്റെ പ്രതിഷ്ഠ. വളരെ മനോഹരമായ രീതിയിലാണ് ഗരുഡൻ്റെ പ്രതിഷ്ഠ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. കൂടാതെ ക്ഷേത്രത്തിൻ്റെ ഇരുവശങ്ങളിലുമായി ദശാവതാരവും വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. ദശാവതാരം ക്ഷേത്രത്തിൻ്റെ ഇരുവശങ്ങളിലും ചുവരുകളിലും ക്ഷേത്രത്തിൽ ഫ്രണ്ടിൽ കയറി ചെല്ലുമ്പോൾ തന്നെ ഇടതുവശത്തും വലതുവശത്തുമായുള്ള ചുമരുകളിലായി ദശാവതാരവും വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്.